ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അഗെയിൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഫാറൂഖാണ്, ഫാറൂഖ് വ്ളോഗ്സ് എന്ന്. ഞാനിപ്പോൾ ഉള്ളത് മദീനയിലാണ്. നമ്മൾ ഇന്നലെ വന്നതാണ് കേട്ടോ മദീനയിലേക്ക്. അപ്പോൾ എന്തായാലും മദീനയിൽ ഒരുപാട് കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ നമ്മളെ ചാനലിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് റമദാൻ മാസം വരാൻ പോവുകയാണ്. റമദാനിൽ ഒരുപാട് പുണ്യകർമ്മങ്ങൾ ചെയ്താൽ, ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്താൽ ഇരട്ടി പ്രതിഫലം കിട്ടുന്ന മാസമാണ് റമദാൻ മാസം. നമുക്ക് തജ്വീദോട് കൂടിയിട്ട് ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട്, ഖുർആൻ തജ്വീദോട് കൂടി പാരായണം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു സൗകര്യം ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്താണ്. ബാബുൽ ഇൽമ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പോൾ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് സ്ത്രീകളായിട്ടുള്ള അധ്യാപികമാർ ക്ലാസ് എടുക്കും, പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പുരുഷന്മാരായിട്ടുള്ള അധ്യാപകന്മാർ ക്ലാസ് എടുക്കും. അങ്ങനെ നിങ്ങൾക്ക് തജ്വീദോടുകൂടി ഖുർആൻ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്പറും ഒരു ക്ലാസ് എടുക്കുന്ന ആളുകളെയും ഞാൻ ഇവിടെ പരിചയപ്പെടുത്താം. നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മദീന പള്ളിയിലാണ്. മദീന പള്ളിയുടെ അകത്താണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും നമ്മൾ നേരെ റൗദയിലേക്ക് സിയാറത്തിന് വേണ്ടിയിട്ട് പോവാണ്. ആ ഒരു കാഴ്ചകളാണ് നിങ്ങൾ എന്തായാലും കാണാൻ പോകുന്നത്. മദീന പള്ളിയിൽ സിയാറത്തിന് പോകുന്ന ഒരു കാഴ്ചകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് പോയിട്ട് സലാം പറയുന്നതും, അതുപോലെ തന്നെ റൗള ഷരീഫ് എന്ന് പറയുന്ന മാബൈന ഖബരി വ മിമ്പരി റൗദത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗ്ഗത്തിൽ വിട്ടൊരു സ്ഥലമാണെന്ന് ഹദീസാണ്. നബി തങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളൊരു സംഭവമാണ്. ആ സ്ഥലത്ത് പോയിട്ട് ആ സ്ഥലത്ത് പോകുന്നതും, അതുപോലെ തന്നെ റൗള ഷരീഫിൽ ചെന്നിട്ട് നബി തങ്ങളുടെ ഖബറും, അതുപോലെ തന്നെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബർ കാണുന്ന ആ ഒരു റൗള ഷരീഫിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തായാലും ബാക്കി കാഴ്ചകൾ കാണാം. മയ്യത്ത് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കേട്ടോ. മഗ്‌രിബ് മയ്യത്ത് നമസ്കാരത്തിന് ശേഷം മയ്യത്ത് ജന്നത്തുൽ ബഖയിലേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ചയാണ് കാണുന്നത്. ഈ നിൽക്കുന്ന ആളുകളെല്ലാവരും പെർമിറ്റ് എടുത്തതിന് ശേഷം റൗളയിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളാണ് കേട്ടോ. ഇങ്ങനെ ഒരു 5-6 ലൈനായിട്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും പെർമിറ്റ് എടുത്തതിന് ശേഷം റൗളയിലേക്ക് കയറാൻ നിൽക്കുന്ന ആളുകളാണ്. നോക്കുക നിങ്ങൾ. അപ്പോൾ അവിടെ നിന്ന് എല്ലാവരെയും ഇവിടെ കടത്തി വിട്ടിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്ത് നിന്ന് കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ പെർമിറ്റ് ചെക്ക് ചെയ്യുന്നില്ല. പെർമിറ്റ് ചെക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലാണ് കേട്ടോ.
മദീന പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പം ഇതിൻ്റെ അകത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ ഒരു ഖബറിടം വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അതുപോലെ തന്നെ നബി തങ്ങളുടെയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമറുൽ ഫാറൂഖ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖബറിടം വരുന്നത് ഈ ഒരു റൗളക്കകത്താണ് കേട്ടോ. നിങ്ങൾ ഈ ഒരു സ്ഥലം കണ്ടോ? ആ ഒരു തൂണിൻ്റെ ഭാഗത്തായിട്ട് ഇതാണ് മിഹ്റാബ് എന്ന് പറയുന്നത്. കണ്ടോ? ജുമാക്ക് ഇമാമ് ഖുത്ബ നിർവഹിക്കൽ ആ ഒരു മിഹ്റാബിൽ വെച്ചാണ്. ആ ഒരു മിഹ്റാബിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെയും ഇടയ്ക്കുള്ള സ്ഥലം റൗളത്തും മിൻ റിയാദിൽ ജന്ന. ലാസ്റ്റിൽ ആ ചുമര് കാണുന്നതുണ്ടോ? ഒരു ഗ്യാപ്പിൽ അതിൻ്റെ അകത്താണ് നബി തങ്ങളുടെ ഖബർ വരുന്നത്. റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ മദീനയൊക്കെ പോകുന്ന സമയത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ടോ അതുപോലെ ഇപ്പോൾ പെർമിറ്റ് എടുത്തിട്ടൊക്കെയാണ് അതിനകത്തേക്ക് കയറാൻ പറ്റുക. അപ്പോൾ അത്രയും ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത്രയും ആളുകൾ അതിനകത്ത് കയറാൻ വേണ്ടി ശ്രമിക്കുന്നത്. മദീന പള്ളിയിൽ ഇമാമ് നിൽക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കാണുന്നത് ഇമാമ് നിൽക്കൽ ഈ ഒരു ഭാഗത്താണ്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബറിൻ്റെയും ഇടയിലുള്ള സ്ഥലം എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്ന് പറയുന്ന സ്ഥലം. ഇപ്പോൾ നോക്ക് നിങ്ങൾ, റൗളൊക്കെ കാലിയാക്കിട്ടോ. അപ്പോൾ എല്ലാവരും ഇവിടുന്ന് മാറ്റി. ഇനി സ്ത്രീകൾക്കുള്ള സമയമാണ്. കാണാൻ പറ്റും നിങ്ങൾക്ക്. ഫാത്തിമ ബീവിയുടെ വീടിൻ്റെ ആ ഒരു കോമ്പൗണ്ടാണ് ശരിക്കും നബി തങ്ങളെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്. ഫാത്തിമ ബീവിയുടെ വീടിൻ്റെ ഡോറും ഈ ഒരു റൗളയുടെ ബാക്ക് ഭാഗത്തുണ്ട്. പക്ഷെ നമുക്കത് കാണാൻ പറ്റില്ല, അങ്ങോട്ട് പോലീസ് അലൗട്ടില്ല. ഇപ്പോൾ നിങ്ങൾ ഈ ആളുകൾ ഇങ്ങനെ നടന്നിട്ട് ചെറിയ 2 ഹോൾസ് കണ്ടോ? ആ ഒരു 2 ഹോൾസ്, ആദ്യത്തെ 2 ഹോൾസ് അല്ല, ഇനി നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോകുന്നൊരു ഹോൾസ് ഏകദേശം ഒരു 3ാമത്തെ ഹോൾ എന്ന് പറയുന്നത്. ആ ഒരു ഹോളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കാണാൻ പറ്റും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു ഖബറിൻ്റെ ഭാഗത്ത് അടയാളം ഇട്ട് വെച്ചിട്ടുണ്ട് ഉള്ളിൽ. പക്ഷേ ക്യാമറയിൽ അത് കാണത്തില്ല. നമ്മളതിന് ഉള്ളിലൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ മാർബിളിൽ ഇങ്ങനെ ഒരു കറുപ്പ് കളറിലായിട്ട് റൗണ്ടിൽ അതിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും. നിങ്ങൾ കണ്ടോ? ആ ഒരു വലിയ റൗണ്ട് കണ്ടോ? അതിൻ്റെ നേരെ മേലെ എഴുതി വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ ബോർഡ് കാണാൻ പറ്റും. മുഹമ്മദ് റസൂലുള്ള എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. റസൂലുള്ള എന്ന് പറഞ്ഞിട്ട്. 2ാമത്തെ ഖബർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ്. 3ാമത്തെ ഖബർ എന്ന് പറയുന്നത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബറാണ്. 2ാമത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ, 3ാമത്തെ ഉമർ ബിൻ ഖത്താബ്. അതുപോലെ തന്നെ മഹദിയായ ഫാത്തിമ ബീവിയുടെ വീട് വരുന്നതും ഈ ഒരു റൗളയുടെ അകംഭാഗത്താണ്. അതിൻ്റെ മുൻവശത്തായിട്ടാണ് നബി തങ്ങളുടെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറുകൾ വരുന്നത് കേട്ടോ. റൗളയുടെ അകത്ത് നിന്ന് ആളുകൾ സലാം പറഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി പോരുകയാണ് ചെയ്യുക. പെർമിറ്റ് എടുത്ത ആളുകൾ
അത് റൗണ്ട് ചെയ്ത് റൗള ഷരീഫ് നിന്ന് 2 റക്അത്ത് നമസ്കരിക്കാനും പ്രാർത്ഥിക്കാനുള്ള സമയം കൊടുക്കും. അത് കഴിഞ്ഞ് നിബിതങ്ങളെ ഖബർ സിയാറത്ത് ചെയ്ത് റൗള സിയാറത്ത് ചെയ്ത് ബാബുൽ ബഖ എന്ന് പറഞ്ഞിട്ടുള്ള കവാടത്തിലൂടെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ് ചെയ്യുക. ആളുകളൊക്കെ വീണ്ടും അവിടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ് കേട്ടോ, ഓർമ്മകൾക്ക് വേണ്ടിയിട്ട്, എന്നും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട്. റൗള സിയാറത്ത് ചെയ്തിട്ട് നമ്മൾ തിരിച്ചിറങ്ങുന്ന ഒരു കവാടമാണ് കേട്ടോ, ബാബുൽ ബഖ എന്ന് പറഞ്ഞ കവാടത്തിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. നേരത്തെ വെയിറ്റ് ചെയ്ത ഒരു സ്ഥലമാണ് നിങ്ങൾ കാണുന്നത്. ആ ഒരു ഭാഗത്ത് നമ്മൾ വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ റൗള ഷരീഫിൻ്റെ അകത്തേക്ക് പോയത് കേട്ടോ. പെർമിറ്റ് കിട്ടിയത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ ഒരുപാട് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. ഇനി ആ ആളുകളെയാണ് അകത്തേക്ക് കടത്തി വിടുക. 38ാമത്തെ ഗേറ്റാണ് നിങ്ങൾ കാണുന്നത്. 39, 40, 39ാമത്തെ ഗേറ്റിലൂടെയാണ് കേട്ടോ ആളുകളെ കടത്തി വിടുന്നത്. ഇനി നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നമ്മൾ പെർമിറ്റ് കാണിച്ചു കൊടുക്കണം. ഒരു മാസത്തിൽ ഒരാൾക്ക് ഒരു പെർമിറ്റാണ് കേട്ടോ. ഈ ആളുകളൊക്കെ റൗള ഷരീഫ് സിയാറത്ത് കഴിഞ്ഞ് വരുന്ന ആളുകളാണ് കേട്ടോ, കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇവിടെ എവിടെയും ആളുകളെ നിൽക്കാൻ സമ്മതിക്കില്ല, എല്ലാവരും ഇവിടെ നിന്ന് മാറ്റും.